ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഇതൊന്ന് കണ്ടു നോക്കിക്കേ എന്താണെന്നുള്ളത്. ഇത് നിങ്ങൾ കണ്ടല്ലോ എന്താണെന്നുള്ളത്. ദാ നോക്കിയേ, ദാ മാഷാല്ലാ അടിപൊളിയായിട്ടുള്ളത് പോളിപോപ്പിളാപ്പി ആയിട്ടുള്ളത്. ദാ നോക്കിക്കാണി, കരിമ്പ് കണക്ക് പച്ച കരിമ്പ് കണക്കിരിക്കുന്ന ഒരു ലെബസ്റ്ററുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതൊന്ന് നോക്കിക്കേ, ഈ ലെബസ്റ്റർ 4 ലെബസ്റ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിതൊന്ന് കണ്ടു നോക്കിക്കാണെങ്കിൽ ലെബസ്റ്റർ എങ്ങനെ ഉണ്ടെന്നുള്ള. ഒരു ലെബസ്റ്റർ 800 ഗ്രാം ഉണ്ട്. 4 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് നോക്കിക്കേ, പച്ചക്കരിമ്പാണ്, പച്ചക്കരിമ്പ് കണക്കാണ് ഇരിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എന്നാൽ പോകാം നമുക്ക് ലെബസ്റ്ററിലേക്ക്. ഇത് ഞാൻ ആദ്യം ഇതിൻ്റെ മാംസം ഞാൻ ഇനി എടുക്കാൻ പോവുകയാണ്. മാംസം എടുത്തിട്ട് അത് ഞാൻ ഇപ്പം മാംസം വെള്ളത്തിൽ നമുക്ക് തിളപ്പിച്ചെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്ന ഒരു വെറൈറ്റി ഐറ്റങ്ങൾ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാൻ പോവുകയാണ്. ഈ മാംസം ഞാൻ ഇതിഞ്ഞ് എടുക്കുകയാണ്. ഇതാ കണ്ടു നോക്കിക്കാണി. സുരേഷ് ഗോപി പറഞ്ഞ കണക്ക് ഞാൻ തൃശ്ശൂർ ഞാൻ ഇനി എടുക്കുക എന്ന് പറഞ്ഞതുപോലെ ലെബസ്റ്ററിൻ്റെ മാംസം ഞാൻ ഇനി എടുക്കുക കേട്ടോ. നിങ്ങളും കേട്ടോളി, ഞാനും അതേപോലെയുള്ള ഡയലോഗുകൾ അടിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മാംസം ഞാനിതിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇതാ നോക്കിക്കേ, മാംസം ഈ തലയെല്ലാം അതുപോലെ തന്നെ ഇരിക്കണം. ഈ മാംസം മാത്രം നമുക്കിഞ്ഞ് ഊരി എടുക്കാം. അതിൻ്റെ മാംസം ഊരി ഇഞ്ഞ് എടുക്കാൻ പറ്റും. കണ്ടല്ലോ നിങ്ങൾ, ഇതുപോലെ നമുക്ക് മാംസം ഇഞ്ഞ് ഊരി എടുത്തിട്ട് ഇത് നമുക്ക് വെള്ളത്തിലോട്ട് ഇടുമ്പം ചൂട് വെള്ളത്തിലോട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കുമ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് വ്യത്യാസം ചുമന്ന കളറായിട്ട് വരും. അപ്പോൾ അത് ഞാൻ ഒരു ചെമ്പിലോട്ട് മാറ്റി വയ്ക്കുന്നു. അപ്പം മാംസം എടുത്ത് നിങ്ങൾ കണ്ടല്ലോ. 4 എണ്ണത്തിൻ്റെ മാംസം ഞാൻ ഊരിഞ്ഞെടുത്ത് അതിന് ശേഷം കണ്ടല്ലോ നിങ്ങൾ, 4 എണ്ണത്തിൻ്റെ മാംസം ഊരിയെടുത്തിട്ട് ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലോട്ട് വെച്ച് ഒന്ന് തിളപ്പിക്കാൻ പോവുകയാണ്. മാംസം ഇരിക്കുന്നത് 4 എണ്ണത്തിൻ്റെ മാംസമാണ് ഈ ഇരിക്കുന്നത്. കണ്ടല്ലോ നിങ്ങൾ, ഇത് മാംസമാണ്. ഇത്രയും രൂപയുടെ മീൻ മേടിച്ച ഇത്ര മാംസമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് എത്ര രൂപയുടെ മുതലാണെന്നറിയാമോ? പക്ഷേ അത് മതി, അത് അത്രയും VIP ഒക്കെ അത്ര മതി. അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഇത്ര വെള്ളം ഈ ചെമ്പിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇത് ഞാൻ അടുപ്പിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് തിളപ്പിക്കാൻ പോവുകയാണ്. ഇത് തിളപ്പിക്കുമ്പോഴത്തേക്ക് ഈ കളറൊന്ന് മാറ്റം വരും, വേറൊരു കളറായിട്ട് കിട്ടും. കണ്ടോക്കിക്കേ, ഞാനിത് അടുപ്പിലോട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ആവി കയറുമ്പം തന്നെ നല്ലതുപോലെ കളർ മാറ്റം വരും. ചെമ്മീൻ പോലെ തന്നെയല്ലോ ഇത്. അപ്പോൾ ഇതിൻ്റെ കളർ ഒരു പിങ്ക് കളറായിട്ട് വരും. അപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാം. കണ്ടല്ലോ നിങ്ങൾ, ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കി. അപ്പം ഞാൻ ഇതൊന്ന് മൂടി വയ്ക്കുകയാണ്. അവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഈ മീനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. കണ്ടല്ലോ, ഈ മീൻ നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്യണം. ഓവർ ചെറുതും ആക്കണ്ട. ചിക്കൻ നമ്മൾ സൂപ്പിന് അരിയുന്ന മാതിരി ഇതേമാതിരി ഒരു ചെറിയ 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 പീസാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നോക്കിക്കേ, ഇതേമാതിരി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കണ്ടല്ലോ, എല്ലാം ഇതേമാതിരി 4 പീസും കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് അരിപ്പയിലിട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ കണ്ടു നോക്കി. ഇത് ഞാനൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ്, ഒരു VIP ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊന്ന് ഈ അരിപ്പയിലോട്ട് വാരിയിടാം. ഒരുപാട് ഓവർ അങ്ങ് നിങ്ങൾ വെള്ളം വീത്തി കഴുകി കളയേണ്ട കാര്യമില്ല. ഇത് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴേ അവർ കഴുകി വാഷ് ചെയ്ത് കഴുകിയാണ് കൊണ്ടുവന്നത്. എന്നാലും നമ്മളെ മനസ്സിന് ഒരു തൃപ്തിക്ക് വേണ്ടി ഒരു കഴുവലും കൂടെ കഴുകി കൊടുക്കാം. അപ്പം ഞാൻ അരിപ്പയിലിട്ടാണ് ഞാൻ കഴുകിയെടുക്കുന്നത്. ഞാൻ കഴുകി കൊണ്ടുവരാം, നിങ്ങളവിടെ വെയിറ്റ് ചെയ്യും. ഞാനിത് കഴുകിയെടുത്ത് ഒരു പാത്രത്തിൻ്റെ മുകളിലോട്ട് ഇത് വയ്ക്കാം. വെള്ളം ഒന്ന് വാർന്നു പോട്ടെ. ഇപ്പം ഞാൻ വേറൊരു മസാല ആക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഞാനിപ്പം നിങ്ങൾ വരും മുമ്പ് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാൻ. വീണ്ടും എൻ്റെ മനസ്സ് പറയുന്നു, എൻ്റെ സഹോദരങ്ങൾക്കും കൂടി ഒന്ന് ഇട്ട് കൊടുത്താലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ നിങ്ങളെ കൂടെ അറിയിച്ചു കൊണ്ട് ഞാൻ ഇത് ചെയ്യുകയാണ്. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ,
ഇത് കണ്ടു നോക്കിക്കാണ്. ഇതിനകത്ത് ഞാൻ ബട്ടറും 25 ഗ്രാം ബട്ടറും 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിലും കൂടെ ഒഴിച്ച്, ഒരു സവാള എടുത്ത് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് 1 ടീസ്പൂൺ ഗാർലിക് എടുത്ത് എല്ലാം കൂടെ ഇട്ട് വരട്ടി ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം 2 ചെറിയ ഉള്ളിത്തണ്ട് ഉണ്ടല്ലോ, ഉള്ളിത്തണ്ടിൻ്റെ ആ വെള്ളവശം, ആ മൂട്ടുവശം ഞാൻ എടുത്ത് അരിഞ്ഞ് അതിൽ കൂടെ ചേർത്തതാണ്. അല്ലാതെ ഇതിൽ യാതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. നമ്മൾ ഉള്ളിയെല്ലാം അശുവാക്കുമല്ലോ, അതേമാതിരി എടുത്ത ഒരു സാധനമാണ് ഇത്. ഇതിനകത്തോട്ടാണ് ഈ മീൻ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് ചൂടായതിന് ശേഷം മീൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ആ സവാള അടുപ്പിനകത്തോട്ട് വെച്ച് ഗ്യാസ് ഓണാക്കി ഒന്ന് ചൂടായിക്കോട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് വേറെ ഒരു മസാലയും വേണ്ട, ഉപ്പും കുരുമുളക് പൊടിയും മാത്രം. വേറെ ഒരു മസാല ഇതിനകത്ത് ഞാൻ ചേർക്കില്ല. ഒള്ളി മയോനീസ് മാത്രമേ ചേർക്കത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ചൂടാകുമ്പം, ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ബിസ്മില്ല, ഞാൻ മയോനീസ് ഒന്ന് പൊട്ടിച്ചുകൊണ്ട് വരട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട് സഹോദരങ്ങളെ. അതിനകത്തോട്ട് ആ ലബസ്റ്റർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ലബസ്റ്ററിൻ്റെ മാംസം മാത്രമുള്ളത് ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കിക്കേ. ഇതാണ് ഈ സംഭവം. 10-700